നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ. ഈ ഒരു മാർച്ച് മാസത്തിൽ 1000 രൂപ മുതൽ 2000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി 3 മാസത്തിലൊരിക്കൽ നൽകിയിരുന്ന മണ്ണെണ്ണയുടെ വിഹിതം ഈ ഒരു മാസത്തിൽ പൂർണ്ണമായും വിതരണം ചെയ്യുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഒരു നീക്കം. പുതിയ തീരുമാനപ്രകാരം വൈദ്യുതി കണക്ഷൻ ഉള്ള വീടുകൾക്ക് 1 ലിറ്ററും വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 4 ലിറ്ററും മണ്ണെണ്ണ ഈ ഒരു മാസം റേഷൻ കടകൾ വഴി ലഭിക്കും. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ അനുവദിച്ച വിഹിതം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മാർച്ച് മാസത്തെ റേഷൻ വിതരണവും പുരോഗമിക്കുകയാണ്. അന്ത്യോദയ അന്നയോജന AOI കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. PHS കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. NPNS കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് യോഗ്യരായ സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക നേരിട്ട് എത്തിച്ചേരുക. 1000 രൂപയാണ് അർഹരായിട്ടുള്ള ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്നയോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരുമായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങളുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയെല്ലാം തന്നെ കൃത്യമായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തുക തടസ്സപ്പെടുന്നതാണ്. അത്തരത്തിൽ നിരവധി ആളുകൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവരുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഇനി അടുത്തതായി ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. അതായത് ഈ ഒരു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. 2000 രൂപയാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നത്. 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ ഒരു തുക വിതരണം ആരംഭിക്കുക. അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും നടപടിക്രമങ്ങൾ. ഇതിന്റെ സർക്കുലർ അടുത്ത ആഴ്ച തന്നെ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.